5 days മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണണ്ടേ? ഇനി നെക്സ്റ്റ് ബാച്ച് വരുന്നത് ജൂലൈ 15 തൊട്ട് ജൂലൈ 19, 2024 ഇത് ഐ മേക്കപ്പിന്റെ പ്രാക്ടീസ് കിറ്റ് ആണ്. അതാണ് ഓക്കെ. നമ്മളെല്ലാവർക്കും പ്രാക്ടീസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ചെയ്യുന്നത്. യൂസിങ് എയർ ബ്രഷ് വി ഹാവ് ഡൺ എ ഗ്ലാസ് സ്കിൻ മേക്കപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ട്രിക്ക് പറയണ്ട. നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് പ്രാക്ടീസ് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉള്ള ഒരു കിറ്റാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടത് ഡേ 1 ആണ്. ഡേ 1 എല്ലാവർക്കും കിറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ശേഷം ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു. ആദ്യത്തെ ദിവസം തന്നെ എല്ലാവർക്കും എയർ ബ്രഷ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ എയർ ബ്രഷ് ഗ്ലാസ് സ്കിൻ തന്നെ ആദ്യത്തെ ദിവസം നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല പ്രാക്ടീസ് ചെയ്യാനും സമയം കൊടുത്തു. ഇത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. രേഷ്മയാണ് മോഡൽ. അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സ്കാർ ഇവിടെയൊക്കെ സ്കാർ ഉണ്ട്. അപ്പോൾ ഫുൾ സ്കാറൊക്കെ കവർ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണാം. അതിനോടൊപ്പം നമ്മളൊരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ ദാറ്റ് ഗോസ് വെൽ വിത്ത് ദ ക്രിസ്ത്യൻ ബ്രൈഡ്, അതാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓരോ സെക്ഷൻ, അതായത് പ്രോബ്ലമാറ്റിക് സ്കിന്ന് കാണിച്ചു കൊടുത്തു, പിന്നെ ക്ലിയർ സ്കിന്നിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെയായിരുന്നു നമ്മുടെ മോഡൽ ലുക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇത് ഒരു കണ്ണിൽ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു കണ്ണിൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് സ്മോക്കി ലുക്സിൻ്റെ മേക്കപ്പ് കാണിക്കുന്നതാണ് ഡിഫറൻസ്. അപ്പം നമ്മൾ രേഷ്മയുടെ ഫേസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയറിലേക്ക് പോകാം. ഹെയർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രൈഡിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ രേഷ്മയുടെ ഹെയർ സ്കാൻഡി ഹെയർ തന്നെയാണ്. അപ്പോൾ പക്ഷെ നമ്മൾ അതിന് മാച്ച് ചെയ്യാൻ പോകാൻ വേണം. അങ്ങനത്തെ രീതിയിൽ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ഡേ 2 ആണ്. ഡേ 2 നമ്മൾ ഹെയർ സ്റ്റൈലും എല്ലാം സെറ്റ് ചെയ്ത്, അതായത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ബ്രൈഡിന് പറ്റുന്ന രീതിയിൽ വെയിൽ സെറ്റിങ്ങും ഷോള് തട്ടം സെറ്റ് ചെയ്യാനുള്ള രീതിയും ഒക്കെ പഠിപ്പിച്ചു. ഇനി നമുക്ക് ഡേ 3 പോകാം. ഡേ 3 ആവുമ്പോഴേക്കും ഫുൾ ഹെയർ സ്റ്റൈലിൻ്റെ സെഷൻ ആയി കഴിഞ്ഞു. ഫുൾ ഹെയർ സ്റ്റൈൽസ് ആണ്, ഫ്രണ്ട് വേരിയേഷൻസ്, അങ്ങനെ ഓരോന്നായിട്ട്. അങ്ങനെ നമ്മളൊരു അഡ്വാൻസ് ഹെയർ സ്റ്റൈലാണ് കാണിച്ചത്. സ്ട്രാൻഡ് ബാക്കിൽ നല്ല നീറ്റായിട്ടൊരു ബണ്ണ് വരുന്നത്, ഒരു ആക്സസറി ഫിറ്റിങ്ങിൻ്റെ മെത്തേഡ്, പിന്നെ അതേ ഇവിടെ ഒരു എസ്പെൻറ്റ്. റിയൽ ഹെയറിൽ അവർക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റിയൽ ഹെയറിൽ ചെയ്തു കൊടുത്തു. ഇന്നലെ 2 മോഡലിൽ അല്ലാതെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തു. ഈ എസ്പെൻറ്റ് പെർട്ടിക്കുലർലി കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഹെയർ സ്റ്റൈൽസ് കഴിഞ്ഞിട്ടും എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം, പിന്നെ സമയം പാഴാക്കാതെ തന്നെ പലതരം ഫ്ലവർ സെറ്റിംഗ് ഐഡിയാസ്, പിന്നെ അതെങ്ങനെ വെക്കാം, അതിനെക്കുറിച്ചും ഒക്കെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഡേ 4 പോകുന്നത്. ഡേ 4 ഹെയർ സ്റ്റൈൽസ് തന്നെയാണ് ട്രൈ ചെയ്തത്. ഈ 2 ദിവസമായിട്ട് ബേസിക് ടു അഡ്വാൻസ് ഹെയർ സ്റ്റൈലിലേക്കാണ് നമ്മൾ സ്റ്റുഡൻസിന് പതിയെ കൊണ്ടുപോയത്. ഇനി ലാസ്റ്റ് ഡേ പോർട്ട്ഫോളിയോ ഡേ, അതായത് ഡേ 5, ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ ലുക്കാണ് നമ്മുടെ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ സൈഡിൽ നിന്നും കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയെ എന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് തിങ്, ഇവിടെ കുറേ സെറ്റ് ഓഫ് ഓർണമെൻറ്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് 11 ബ്രൈഡ്സ്, അതായത് 11 സ്റ്റുഡൻസിൻ്റെ മോഡൽസ് ആണ് ഇന്ന് ഇവിടെ റെഡിയാകാൻ പോകുന്നത്. അപ്പോൾ 11 പേര്, അതായത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ബ്രൈഡായിട്ട് ഒരുങ്ങുന്നതും ഉണ്ട്. അപ്പോൾ 11 പേർക്ക് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മാല, വള, കമ്മൽ, നെറ്റിച്ചുട്ടിയൊക്കെ, പിന്നെ ഹിപ്പ് ചെയിൻസും കുറേയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയതായിട്ട്, അതായത് ഈ ഇൻഡസ്ട്രിയിൽ വരുന്നവരുടെ മേക്കപ്പിൻ്റെ സാധനങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് കിറ്റ് റിക്വസ്റ്റ് ചെയ്തവർക്ക് കിറ്റ് ഞങ്ങൾ അഡീഷണൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. ഇനി ഓരോ സ്റ്റുഡൻസിനും കോൺഫിഡൻസ് കിട്ടുന്നതും പഠിച്ചത് മുഴുവൻ ട്രൈ ചെയ്യാനും ഉള്ളൊരു സമയമാണ് ഈ പോർട്ട്ഫോളിയോ ഡേ. ആ പോർട്ട്ഫോളിയോ ഡേക്ക് കംപ്ലീറ്റ് സ്റ്റുഡൻസിന് നമ്മൾ ഓരോ തെറ്റും ഓരോ മിസ്റ്റേക്സും കറക്റ്റ് ചെയ്ത് അവർക്ക് ഏതൊക്കെ സൈഡിൽ പിന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. കൂടെ നിന്ന് ഓരോന്നും കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടൊക്കെയാണ് ആക്ച്വലി ഈ സ്റ്റുഡൻസ് ലാസ്റ്റ് കാണുന്ന അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇനിയും ബുക്ക് ചെയ്തിട്ടില്ലാത്തവർ ബുക്ക് ചെയ്യാനായി താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റായിട്ട് നടക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് എല്ലാവരും പോകാറാകുമ്പോൾ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും നടക്കുന്നുണ്ട്. സോ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ഫ്രം ടീം തനിമ ബ്യൂട്ടി ലോഞ്ച് ട്രിവാൻഡ്രം.